പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകൾ. കാനഡയിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഇടപെട്ടുവെന്ന കനേഡിയൻ കമ്മീഷൻ റിപ്പോർട്ട് തള്ളി വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് കാനഡയാണെന്നും കേന്ദ്രം. കാനഡയിലെ തെരഞ്ഞെടുപ്പുകൾ വിദേശ ഇടപെടൽ ഒരു പുതിയ പ്രതിഭാസമല്ലെന്നും എന്നാൽ അത് വർദ്ധിച്ചുവരികയാണെന്നും ഫോറിൻ ഇന്റർഫറൻസ് കമ്മീഷൻ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ എപ്പോഴും ഇടപെടുന്നത് കാനഡയാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. കാനഡയിലെ 2019 2021 തെരഞ്ഞെടുപ്പുകളിൽ ചൈനയുടെ ഇടപെടൽ സംബന്ധിച്ച മാധ്യമ റിപ്പോർട്ടുകൾക്ക് മറുപടിയായി 2023 സെപ്റ്റംബറിൽ ആരംഭിച്ച അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് പുറത്തുവന്നത്. കാനഡയുടെ നിയമവിരുദ്ധമായ കുടിയേറ്റവും സംഘടിത ക്രിമിനൽ പ്രവർത്തനങ്ങളും സുഗമമാക്കുന്നതിലെ ആശങ്കകളും മന്ത്രാലയം ഉയർത്തിക്കാട്ടി. ഇന്ത്യക്കെതിരെയുള്ള വാദങ്ങൾ നിരസിക്കുന്നതായി മന്ത്രാലയം വ്യക്തമാക്കി. ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രാധാന്യവും കാനഡയുമായുള്ള ദീർഘകാല ബന്ധവും റിപ്പോർട്ട് അംഗീകരിച്ചു. എന്നിരുന്നാലും അവരുടെ നയതന്ത്ര ബന്ധത്തിലെ നിലവിലുള്ള വെല്ലുവിളികളും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. അടുത്തിടെ രാജി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പിൻഗാമിയായി ഭരണകക്ഷിയായ ലിബറൽ പാർട്ടി പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിന് ആഴ്ചകൾക്ക് മുൻപാണ് ഈ റിപ്പോർട്ട് പുറത്തുവന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ ഒമാൻ വ്യാപാര ബന്ധം കൂടുതൽ ശക്തിപ്പെടും. ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇരട്ട നികുതി ഉടമ്പടി ഭേദഗതി ചെയ്യും. ഇരട്ട നികുതി ഒഴിവാക്കൽ കരാർ ഭേദഗതി ചെയ്യാൻ ഇന്ത്യയും ഒമാനും ധാരണയായി. അതിർത്തി കടന്നുള്ള നികുതി നടപടിക്രമങ്ങൾ ലഘൂകരിക്കൽ, നികുതി കാര്യങ്ങളിൽ കൂടുതൽ സഹകരണം പ്രോത്സാഹിപ്പിക്കൽ എന്നിവ കരാർ വഴി സാധിക്കും. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ മസ്കറ്റ് സന്ദർശന വേളയിലാണ് ഇക്കാര്യം ചർച്ച ചെയ്തത്. വ്യാപാര നിക്ഷേപ ബന്ധം അവലോകനം ചെയ്യുന്നതിനായി ഇന്ത്യ ഒമാൻ സംയുക്ത സമിതി 11ാമത് സെഷൻ സംഘടിപ്പിച്ചു. ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി ഖായിസ് മുഹമ്മദ് അൽ യൂസഫിന്റെയും ഇന്ത്യൻ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെയും നേതൃത്വത്തിലാണ് സെഷൻ സംഘടിപ്പിച്ചത്. ഊർജ്ജം, ടെക്നോളജി, ഹെൽത്ത് കെയർ, ടൂറിസം എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതകളെക്കുറിച്ച് ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു. 2023 വരെ ഒമാനിലുള്ള ഇന്ത്യൻ കമ്പനികളുടെ നിക്ഷേപം 750 മില്യൺ റിയൽ കവിഞ്ഞിരുന്നു. അതേസമയം 2024 വരെ ഒമാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള നിക്ഷേപം 600 മില്യൺ റിയാൽ കവിഞ്ഞു. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ ബന്ധം വികസിപ്പിക്കുന്നത് സംബന്ധിച്ച സാധ്യതകൾ കൂടുതലാണെന്ന് ഇന്ത്യൻ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. കൂടാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ചർച്ച അന്തിമഘട്ടത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തൊഴിലാളികൾക്കുള്ള പാർപ്പിട നിയമങ്ങൾ പരിഷ്കരിച്ച് കുവൈറ്റ്. തൊഴിലാളികൾക്ക് മികച്ച ഭവന സൗകര്യം അനുവദിക്കാത്ത കമ്പനികൾക്ക് പുതിയ നിയമം തിരിച്ചടിയാകും. മലയാളികൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾക്ക് മികച്ച പാർപ്പിട സൗകര്യം അനുവദിക്കുന്നതിന് വേണ്ട നടപടിയുമായി കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഓഫ് മാൻപവർ. ഒരു മുറിയിൽ 4 പേരെ മാത്രമേ പാർപ്പിക്കാവൂ എന്നതടക്കമുള്ള സുപ്രധാന വ്യവസ്ഥകളാണ് പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മതിയായ താമസ സൗകര്യമൊരുക്കാത്ത തൊഴിലുടമകൾ ഭവന അലവൻസ് നൽകണം. മിനിമം വേതനം നേടുന്ന തൊഴിലാളികൾക്ക് അവരുടെ ശമ്പളത്തിന്റെ 25% തുല്യമായ അലവൻസ് ലഭിക്കണം. അതേസമയം മിനിമം വേതനത്തിന് മുകൾ വരുമാനമുള്ളവർക്ക് 15% അലവൻസിന് അർഹതയുണ്ട്. തൊഴിലാളികൾക്ക് പാർപ്പിടം നൽകുന്നതിന് മുൻപ് തൊഴിലുടമകൾ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് മുൻകൂർ അനുമതി നേടിയിരിക്കണം. കുടുംബ താമസ കേന്ദ്രങ്ങൾക്ക് സമീപം തൊഴിലാളികൾക്ക് പാർപ്പിടം അനുവദിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിൽ മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് ഇനി രാജ്യത്തെവിടെയും ജോലി ചെയ്യാം. ഏകീകൃത ലൈസൻസ് നൽകാൻ നടപടി ആരംഭിച്ചു. ആരോഗ്യ പ്രവർത്തകർക്ക് ലൈസൻസ് നൽകുന്നതിനായി UAE ഒരു ഏകീകൃത ദേശീയ പ്ലാറ്റ്ഫോം ആരംഭിക്കാൻ ഒരുങ്ങുന്നതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കാര്യക്ഷമമായ ലൈസൻസിംഗ് പ്രക്രിയ രാജ്യത്തെ പൊതു സ്വകാര്യ ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളിൽ എവിടെയും ജോലി ചെയ്യാൻ മെഡിക്കൽ പ്രൊഫഷണലുകളെ പ്രാപ്തരാക്കും. നിലവിൽ ഓരോ സ്ഥാപനവും ആരോഗ്യ പ്രൊഫഷണലുകൾക്ക് അവരുടെ സ്വന്തം ആവശ്യകതകളെ അടിസ്ഥാനമാക്കി ലൈസൻസ് നൽകുന്നു. പുതിയ സംവിധാനത്തിലൂടെ ഈ പ്രക്രിയകൾ ഏകീകരിക്കാനും ആവർത്തനങ്ങൾ കുറയ്ക്കാനും ലക്ഷ്യമിടുന്നു. ഏകീകൃത പ്ലാറ്റ്ഫോം ആരോഗ്യ വിദഗ്ധർക്ക് അവരുടെ ലൈസൻസുകൾ നേടുന്നതിന് ആവശ്യമായ സമയവും പരിശ്രമവും ഗണ്യമായി കുറയ്ക്കും. ഫെസിലിറ്റി ഉടമകൾ, ഡോക്ടർമാർ, നഴ്സുമാർ, ഫാർമസിസ്റ്റുകൾ, അനുബന്ധ മെഡിക്കൽ സ്പെഷ്യലിസ്റ്റുകൾ, സാങ്കേതിക ജീവനക്കാർ എന്നിവരുൾപ്പെടെ ആരോഗ്യമേഖലയിലെ പങ്കാളികളെയെല്ലാം പുതിയ ലൈസൻസിംഗ് സംവിധാനം വഴി ഏകീകരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മിഡിൽ ഈസ്റ്റിലെ ആദ്യ പഞ്ചനക്ഷത്ര ആഡംബര ട്രെയിൻ സൗദി അറേബ്യയിൽ. 2026 ആഡംബര ട്രെയിൻ സർവീസ് ആരംഭിക്കും. ഇറ്റാലിയൻ കമ്പനി ആഴ്സണലാണ് ട്രെയിൻ നിർമ്മിക്കുന്നത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ സൗദി സന്ദർശനത്തിനിടെയാണ് ട്രെയിനിന്റെ അന്തിമ രൂപരേഖ പുറത്തുവിട്ടത്. മരുഭൂമിയിലെ പരിസ്ഥിതിയും സൗദി പൈതൃകവും സമന്വയിപ്പിക്കുന്നതാണ് ട്രെയിനിന്റെ ഇന്റീരിയർ ഡിസൈൻ. 461 കോടി രൂപ മുതൽ മുടക്കിലാണ് ട്രെയിൻ നിർമ്മിക്കുന്നത്. 34 ആഡംബര സ്യൂട്ടുകൾ അടങ്ങുന്ന 14 ബോഗികളാണ് ട്രെയിനിനുണ്ടാകുക.
റിയാദ് നഗരത്തിൽ നിന്നാരംഭിക്കുന്ന വടക്കൻ ശൃംഖലകളിലൂടെയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുക. സാംസ്കാരിക മന്ത്രാലയം യാത്രക്കാരുടെ അനുഭവം മെച്ചപ്പെടുത്താൻ സമ്പന്നമായ സാംസ്കാരിക പരിപാടികൾ ട്രെയിനിനുള്ളിൽ അവതരിപ്പിക്കും. സമാനതകളില്ലാത്ത ആഡംബര അനുഭവം നൽകുന്നതിന് മാത്രമല്ല, സൗദി അറേബ്യയുടെ ചരിത്രത്തിലും സംസ്കാരത്തിലും യാത്രക്കാർക്ക് ഇഴുകിച്ചേരുന്നതിനും വേണ്ടിയാണ് ട്രെയിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. രാജ്യത്തിന്റെ ഊഷ്മളതയും ആതിഥ്യ മര്യാദയും പ്രകടമാക്കുന്ന കൊത്തുപണികൾ കൊണ്ട് അലങ്കരിച്ച ഗംഭീരമായ വിശ്രമ മുറികളാണ് ഇതിന്റെ ഇന്റീരിയർ സവിശേഷതകൾ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.